കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എവിടെ പോയിരുന്നു? ഞാൻ പുറത്തുനിന്ന് കാറ്റുകൊള്ളാൻ. ഈ സമയത്തോ? ഞാൻ വന്ന് നോക്കുമ്പോ നീ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. പകുതി ഉറങ്ങിയിട്ട് ആരെങ്കിലും പുറത്ത് കാറ്റുകൊള്ളാൻ പോവോ? സത്യം പറയടാ, ഇവിടെ നിന്നൊരു വാഹനം പുറപ്പെട്ടു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. അതമ്മേ, രണ്ടുപേരും ഇവിടെ എന്നെ കാണാൻ വന്നു എന്നുള്ളത് സത്യ. ആര്? എന്റെ രണ്ട് കക്ഷികളാമേ. അവർക്കെന്താ വീടിനുള്ളിൽ വന്ന് സംസാരിച്ച? വീട്ടിനുള്ളിൽ വന്ന് സംസാരിക്കാൻ പറ്റില്ലമ്മേ. അതിലൊരാൾ അറസ്റ്റ് വാറന്റുള്ള പിടികിട്ടാ പുള്ളിയാ. പോലീസ് കണ്ട അപ്പ പൊക്കും. എന്നാ പിന്നെ ഞാൻ പോയി കിടന്നോട്ടാമേ, നല്ല ക്ഷീണമുണ്ട്. ശരി, ചെല്ല്. എവിടെ പോയി? ആളോടുള്ള പ്രണയം മുഴുവൻ പ്രകടിപ്പിക്കാൻ
ജോലിയിലായിരുന്നെന്ന് തോന്നല്ലോ. അതെ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്ങനെ പോവല്ലേ. എന്തായിരുന്നു പരിപാടി? എന്താ? അതെ, തുണ്ടെഴുത്തോ മറ്റോ ആണോ? ലവ് ലെറ്റർ ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഏതാണ്ട് അതുപോലെയൊക്കെ വരും. എങ്കി അതെങ്കിൽ താ. അല്ല, അത് വേണ. എനിക്കുള്ളതാണെന്നല്ലേ പറഞ്ഞേ? ആണ്, എന്നാലൊരു. അപ്പൊ ഇങ്ങി താ. അല്ല, ഒരു ഒരു ശരി, എന്നാ വേണ്ട, ഞാൻ പോവാ. പോവല്ലേ? പിടിച്ചോ. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഒന്നും എഴുതിയിട്ടില്ലെന്നോ? ഒന്ന് സൂക്ഷിച്ചു നോക്കി. പ്രണയം പറയാൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ എല്ലാ ഭാഷകളും ഇതിലുണ്ട്. ഇയാൾക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന ഒരു ഹൃദയം പറിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് തൊട്ടു നോക്കടോ, അപ്പൊ തനിക്ക് അതിന്റെ സ്പന്ദനം അറിയാൻ പറ്റും. ഇയാൾക്ക് വേണ്ടി മാത്രം, ഇയാൾക്ക് വേണ്ടി മാത്രം ജനിച്ച് ജീവിക്കുന്ന, മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളെ കാണുന്നില്ല എൻ്റെ ഉള്ളില്. എന്താ? ഇയാളെന്താ ആലോചിക്കുന്നത്? വിഷ്ണുവേട്ടനോട് എനിക്ക് പ്രണയമില്ലാന്നല്ല, പ്രണയം മാത്രമേ ഉള്ളൂ. പക്ഷേ ചെറിയൊരു തടസ്സം.
എന്നാ കിടക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ? ഗുഡ് നൈറ്റ് പറഞ്ഞ പിന്നെ സംസാരിച്ചൂടാ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, ഉണ്ട്. ഗുഡ് നൈറ്റ് പറഞ്ഞത് ഇന്നല്ലേ? നമുക്ക് നാളെ കാണാം. തിരുമേനി, ശാരദാമ്മ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിന് കാരണമുണ്ട് തിരുമേനി. 12 ദിവസം ദേവിയെ കുളിച്ച് തൊഴുതത് വെറുതെ ആയില്ല. എന്റെ മകളുടെ ജീവിതം രക്ഷപ്പെട്ടു. സന്തോഷം. 12 ദിവസം പാർവതി ദേവിയെ കുളിച്ചു തൊഴുത് തിരുവാതിര വ്രതമെടുത്താൽ ഫലം സുനിശ്ചിതം. ദീർഘമാംഗല്യത്തിന്റെ ദേവി കൂടിയാണല്ലോ സാക്ഷാൽ ശ്രീപാർവതി. അതായത് ചിതയിൽ നിന്നും വീണ്ടും ഉയർകൊണ്ട് സ്വന്തം ഭർത്താവിനെ തേടിയെത്തിയ വേറൊരു ദേവിയില്ല. ഒരു പാൽപായസം നടത്തണം തിരുമേനി. ശാരദാമ്മ ഒരു പ്രദക്ഷിണം ചെയ്തു വന്നോളൂ, ഞാൻ ദേ എത്തി. ശരി ദേവി. മകളുടെ ജീവിതം കൊട്ടിച്ചോറാക്കിയിട്ടും ഇവക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാറായില്ലേ? ചെറിയൊരു ഡോസ് കൊടുക്കാം. സുമംഗലി, ഞാൻ അമ്പലത്തിലേക്കൊന്ന് ഇറങ്ങിയതാ. ഒരു ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഇന്ന്. ഞാനൊരു പിഴച്ച പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവള് തന്നെ, ആ ചായക്കടക്കാരിയുടെ മകള്. ഞങ്ങളുടെ ബാലനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതാ അവളെ. ദൈവാധീനം കൊണ്ട് ഞങ്ങളുടെ തലേന്ന് അങ്ങ് ഒഴിഞ്ഞു കിട്ടി. കല്യാണം നടക്കേണ്ടിയിരുന്ന അമ്പലത്തിൽ വെച്ച് അവൾ ഒരു പുളിങ്കൊമ്പെ കയറി പിടിച്ചു. ആ കൊമ്പിപ്പോ ഒടിഞ്ഞു. എന്തു പറ്റിയെന്നോ? അതല്ലേ രസം.
അവൾക്ക് ഗർഭം. കല്യാണം കഴിഞ്ഞ ഗർഭം ഉണ്ടാവില്ലേന്നോ? അയ്യോ, ഇതങ്ങനെ സാധാരണ ഗർഭമൊന്നും അല്ല. ആ, കല്യാണം കഴിച്ച ചെറുക്കാൻ അവളെ ഒന്ന് തൊട്ടിട്ട് കൂടിയില്ല. അവിടെ അല്ലേ അവള് പെട്ടത്. ഒടുക്ക എന്തായെന്നോ, അവളുടെ അമ്മായിയമ്മ ചെറുക്കന് വേറെ പെണ്ണ് കെട്ടിച്ചു കൊടുത്തു. പെണ്ണിപ്പൊ താലി പൊട്ടി വീട്ടിൽ വന്ന് നിക്കുവാ. മൂത്തവളുടെ കാര്യം മുമ്പേ ഡിം. ആ ചായക്കടക്കാരിയുടെ മക്കളുടെ താലിയുടെ കാര്യം അങ്ങനെയാ, കെട്ടും പൊട്ടും. ആ, ഞാൻ വെച്ചേക്കുവാ. സമയം തീരെയില്ല. പരിചയക്കാരോടൊക്കെ വിളിച്ച് പറയേണ്ടതല്ലേ. ശരി. ശാരദയോ? രാജേശ്വരി ഇപ്പൊ വന്നു. ആ, രാജേശ്വരി ഒരു മിനിറ്റേ. ആ, ഞാൻ അമ്പലത്തിലാ സുമതി. വരാനിത്തിരി വൈകും. ഒരു പാൽപ്പായസം നേദിക്കാനുണ്ട്. ആ, ശാലിനിമോളുടെ കാര്യോ? അക്കാര്യത്തിനൊരു ഫലസിദ്ധി ഉണ്ടായതിന് നന്ദിയായിട്ടായി ഈ പാൽപ്പായസം. സത്യഭാമ അവളെ ഇറക്കി വിട്ട് വിഷ്ണുമോനും സുസ്മിതയായിട്ടുള്ള കല്യാണം നടത്തുമെന്നാ ഇവിടെ ചില വിഷജീവികൾ ധരിച്ചിരുന്നത്. അതിനു വേണ്ടി തിളപ്പിക്കാൻ വെച്ച വെള്ളമൊക്കെ വാങ്ങി വെച്ചേക്കാൻ പറയും. എന്താ ഉണ്ടായിരുന്നോ? അതെ, കല്യാണ മണ്ഡപത്തില് സത്യഭാമയുടെ മകള് തലചുറ്റി വീണു. ശാലിനിക്കല്ല, പ്രീതിക്കായിരുന്നു ഗർഭമെന്ന് സത്യഭാമ അടക്കം എല്ലാവരും അറിഞ്ഞു. അർജുന്റെ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിലുള്ളതെന്ന് മനസ്സിലാക്കി സത്യഭാമ അതിനെ നശിപ്പിച്ച് കളയാതിരിക്കാനാ ശാലിനി ഇതെല്ലാം ഏറ്റെടുത്തതെന്ന് രാഘവേട്ടൻ എല്ലാരോടും അങ്ങ് തുറന്നു പറഞ്ഞു. സത്യഭാമ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയോ? നാശം പിടിക്കാം. അതാ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് പോരായിരുന്നു. എന്റെ മോള് പിഴച്ചിട്ടില്ല സുമതി. എന്റെ മകളുടെ കഴുത്തിലെ താലി അങ്ങനെ പൊട്ടുകയില്ല. കാരണം മറ്റാരുടെയും ഭർത്താക്കന്മാരെ തട്ടിയെടുത്ത് ആ കണ്ണീരിന്റെ പുറത്തല്ല അവര് ജീവിക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ അവര് ജീവന. ആ, അപ്പൊ ശരി സുമതി. ഇനി പറയ് രാജേശ്വരി. ആരാ ഈ സുമതി? നിന്നെ വിളിച്ച സുമംഗലയില്ലേ, അവളുടെ ചേച്ചിയായിട്ട് വരും. അധികം അങ്ങ് നെഗളിക്കാനും പായസം വിളമ്പാനും നിൽക്കല്ലേ ശാരദേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിക്കുള്ള കളി ഇനിയാ തുടങ്ങാൻ പോകുന്നത്. പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ശാലിനി ഇതെല്ലാം ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പ്രീതി സത്യഭാമയുടെ മകളാ, ശാലിനി മരുമകള്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശാലിനിയേക്കാൾ ബാധ്യത പ്രീതിയുടെ അമ്മയായ സത്യഭാമയ്ക്ക്. സത്യഭാമയോടെല്ലാം തുറന്നു പറയാതെ ശാലിനി ആടിയ ഈ നാടകം ശരിക്കും അവരെ അപമാനിക്കാൻ വേണ്ടി തന്നെ അല്ലായിരുന്നോ? സത്യഭാമ എന്താ സ്വന്തം മകളുടെ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ചോര കുടിക്കുന്ന യക്ഷിയോ?